മോർണിംഗ് നമ്മൾ എഴുന്നേറ്റു. എന്ത് രസമാണെന്നുണ്ടാവും. തൊട്ടടുത്ത ഫുള്ളും കോഫി പ്ലാന്റേഷനാണ്. അടിപൊളി വ്യൂ ആണ്. എനിക്കൊക്കെ എന്തോരാന്ന്. പുറത്തെ കാഴ്ചകൾ നോക്കിയിട്ട് വരാം. സോ രാവിലെ തന്നെ നല്ല മഴ. ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനേ നല്ല വെതറല്ലേ അല്ലേ? മോർണിംഗ് കോഫി കിട്ടിയിട്ട് പക്ഷേ മനസ്സിൽ കാപ്പിക്കുരു തോട്ടമൊക്കെ കണ്ടപ്പോൾ കുടിക്കാതിരിക്കാൻ തോന്നുന്നു. കോട്ടയം പോകുന്ന എന്നിട്ട് എൻ്റെ പേര് പുട്ടക്കളി. പുട്ട് തന്നെയാന്ന് തോന്നുന്നുണ്ട്. ബേസിക്കലി പുട്ടും കടലയും കട്ടപ്പന്നിട്ട് ഇവിടെ ഒരാൾ പീച്ചി പക്ഷെ ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റാണോ? റൂം ഓൾമോസ്റ്റ് വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇച്ചിൻ്റെ ഇവിടെ പെട്ടടിക്കൊണ്ടിരിക്കാം. ഇത് തുടങ്ങിയപ്പോൾ നമ്മൾ ബേസിക്കലി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇങ്ങോട്ടാ പോവുക? നല്ല മഴയും വെതർ എൻജോയ് ചെയ്ത് റൂം എടുത്തിരുന്നാലോ, അല്ലെങ്കിൽ വി ഷുഡ് ലൈക്ക് ഗോ ഫോർ എ റൈഡ് എന്ന കൺഫ്യൂഷനിലിരിക്കുമ്പോഴാണ് ഇച്ചിരി ഈ സ്പോട്ടിനെ കുറിച്ച് പറയണത്. തലക്കാവേരി ഒരു ഹില്ല് കയറി എത്തുമ്പോൾ നമ്മൾ കാണുന്ന സ്ഥലമാണ് ഈ തലക്കാവേരി. ഒരമ്പലവും ഈ കാവേരി നദി സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് എന്നൊക്കെയാണ് പറയണത്. പക്ഷേ നല്ല മഴയും മേഘം ഇങ്ങനെ എന്താ പറയുക, ഫോഗ് ഇങ്ങനെ കൂടി വന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഡ്രൈവ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. ഇത് കണ്ടപ്പോൾ എനിക്ക് പണ്ട് ഞങ്ങൾ കസോൾ മനാലി വിയാനൊരു 2 വയസ്സുള്ളപ്പം ഞങ്ങൾ പോയതായിരുന്നു. അവിടെ ഇതേ ക്ലൈമറ്റിൽ ടിൻറ്റ് സ്റ്റേ ഒക്കെ ഞങ്ങൾ അടിച്ചായിരുന്നു. സോ അതൊക്കെയാണ് എൻ്റെ മൈൻഡിലോട്ട് വന്നത്. ഇനി അങ്ങനത്തെ സ്റ്റേസ് പോകണം. ആ വെതർ, ആ എൻജോയ്മെൻറ്റ് ഫുൾ വൈബായിരുന്നു. സോ ഇനിയും അതുപോലത്തെ സംഭവങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഈച്ചനോട് ഇവിടുന്ന് പറയുമായിരുന്നു. വെച്ചാൽ നമുക്ക് വീണ്ടും ഇനി അങ്ങനത്തെ ടെൻറ്റ് സ്റ്റേസൊക്കെ ചെയ്യണം, കുറച്ച് വലുതായിക്കോട്ടെ എന്ന് ഈച്ചൻ പറഞ്ഞു. അടിപൊളി വെതറാണ്. ഈ വെതർ മസ്റ്റാന്ന് തോന്നുന്നു അല്ലേ? ഇച്ചൻ ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. ഈ സ്ഥലം നീ ഷൂട്ട് ചെയ്യണം, നല്ല സ്ഥലമാണ്, നീ വീഡിയോ എടുക്കണം. അപ്പോൾ ആൾ തിരിച്ചും എന്നോട് ചോദിക്കുന്ന കാര്യം, നീ ഷൂട്ട് ചെയ്യുന്നുണ്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി സ്റ്റിൽ ആൾക്കാർ വരുമ്പം ഷായി. അത് ആൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് എന്നോട് ചോദിക്കുന്നത്, നീ വീഡിയോ എടുക്കുന്നുണ്ടോ എന്ന്. ബൈ ദ വേ ഞങ്ങൾ 4 ആണ്, പക്ഷെ 4ാമത്തെ ആൾക്ക് ശരിക്കും അങ്ങ് പറയാൻ അറിയാത്തുള്ളൂ. ഞങ്ങൾ 3 പേരും മഴ തണുപ്പ് ഒരുപാട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ആ വൈബുണ്ടല്ലോ. ഐ തോട്ട് ഒരു ടെൻറ്റ് കിട്ടുവാണെങ്കിൽ വി കുഡ് സ്റ്റേ ദയർ. അത്രയും അടിപൊളിയായിരുന്നു. ആദ്യം ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പം വലിയ തണുപ്പൊന്നുമില്ല, കാണുന്ന ഈ ഫോഗും മൂടലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അങ്ങോട്ട് കയറുന്തോറാണ് എനിക്ക് തണുപ്പടിച്ച് തുടങ്ങിയത്. നല്ല തണുപ്പായിരുന്നു. ഷിവറിങ് അല്ല, പക്ഷെ നല്ല തണുപ്പായിരുന്നു. എൻജോയബിൾ തണുപ്പ്. ചില തണുപ്പ് നമുക്ക് ഹേർട്ട്ഫുള്ളായിരിക്കും, അങ്ങനത്തെ തണുപ്പല്ല, നല്ലൊരു തണുപ്പ് തന്നെയായിരുന്നു. പിന്നെ അവിടെയുള്ള ഒരാൾ പറഞ്ഞു തന്നാണ്, ഇതാണ് തലക്കാവേരി, ഇവിടെയാണ് ദ റൈസ് ഓഫ് കാവേരി എന്നാണ് അവിടുത്തെ ആൾ എനിക്ക് പറഞ്ഞു തന്നത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, പറഞ്ഞു തന്ന അറിവ് ഞാൻ പറയുന്നു എന്ന് മാത്രം. ഞങ്ങൾ മുകളിലോട്ട് കയറുന്ന വരെ മഴ ഉണ്ടായിരുന്നില്ല, മൂടിക്കെട്ട് മാത്രമായിരുന്നു. മേലോട്ട് എത്തിയപ്പോഴത്തേനും നല്ല മഴയും നല്ല തണുപ്പും, ഫുൾ മൂടിക്കെട്ടി അടുത്തുള്ള ആളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. ക്യാമറയിൽ അത്ര അങ്ങോട്ട് ക്ലിയർ അല്ല, ബട്ട് സ്റ്റിൽ
വി റിയലി എൻജോയ്ഡ് ഇറ്റ്. ആൾക്കാരൊക്കെ സൈഡിൽ നിൽക്കുമായിരുന്നു, മോളിൽ പോയവർ അവിടെ തന്നെ നിന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചു വി ലവ് റെയിൻ, ഇപ്പോൾ വെറ്റായില്ലെങ്കിൽ ഇനി എപ്പോൾ വെറ്റാവാൻ, ഇങ്ങനത്തെ ഒരു സംഭവം ഇനി എപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. സോ വി തോട്ട് മഴ അങ്ങ് നനയുക, ഫുൾ അങ്ങ് എക്സ്പ്ലോർ ചെയ്യുക, കാറിലോട്ട് കയറുക. പിള്ളേർ നല്ലോണം നനഞ്ഞു, ഞങ്ങൾ നനഞ്ഞു. പിന്നെ അവരുടെ ഡ്രസ്സ് മാത്രം ചേഞ്ച് ചെയ്തു കേട്ടോ. പിന്നെ അവിടുത്തെ അമ്പലത്തെ പ്രസാദം കിട്ടിയായിരുന്നു, ലഡുവും ഒരു പൊടി പോലെ, ഗ്രാംദാൽ പൊടി പോലെ ശർക്കരയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഈ ലിഫ്റ്റിൽ കാണുന്ന അമ്പലത്തിലോട്ട് നമ്മൾ കയറിയായിരുന്നു. വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല. അവിടെ നമുക്ക് ഉച്ചഭക്ഷണം കിട്ടിയായിരുന്നു. ഫ്രീ ഫുഡായിരുന്നു, ചോറും പരിപ്പ് കറിയും ഒരു പായസവും ഒരു ഉപ്പേരിയും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പം ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 3, എന്നിട്ടും ദേ സെർവ്ഡ് ഫുഡ് നല്ലതായിരുന്നു. നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല ഫുഡായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ഉള്ള സംഭവമാണ് കേട്ടോ. ത്രിവേണി സംഗമ എന്നാണ് പറയുന്നത്, 3 നദികളുടെ സംഗമം എന്നാണ് അവർ പറയുന്നത്. നമ്മളോട് അധികം നേരം നിൽക്കണ്ടെന്ന് പറഞ്ഞു, കാരണം മഴയാണ്, വെള്ളം കയറി വരും, പിള്ളേരും ഉണ്ടല്ലോ. അപ്പം മഴയും പുഴയും എല്ലാം കൂടി നല്ല വൈബായിരുന്നു. മഴ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് അവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. ജസ്റ്റ് നമ്മളൊന്ന് കണ്ടിട്ട് നമ്മൾ തിരിഞ്ഞപ്പോഴത്തേനും നമ്മൾ മൊത്തത്തിൽ നനഞ്ഞായിരുന്നു കേട്ടോ. ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് നമുക്കിഷ്ടപ്പെട്ട വെതർ, കണ്ണിന് കുളിർമുള്ള കാഴ്ചകൾ, അധികം തിരക്കൊന്നുമില്ല, സ്ട്രെസ്ഡ് ഔട്ടല്ല, നല്ലൊരു മെൻ്റൽ പീസ് കിട്ടിയ പോലൊരു ഫീൽ എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. ഏച്ചിന് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ലതായിരുന്നു. പിള്ളേർ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഫുഡാണെങ്കിലും എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നൈറ്റ് നമ്മുടെ ഹോട്ടലിലോട്ട് എത്തി. ഇടയ്ക്ക് നമ്മളൊരു സ്ഥലത്ത് കഴിക്കാൻ കയറിയിരുന്നു. അതാണിത് ഇഡ്ഡലി. ഇത് മടിക്കേരി സിറ്റി തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ. എന്ത് രസമാണ്. ഇതാണ് ഫ്രണ്ട് വ്യൂ കണ്ടിട്ട് ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറിയതാട്ടോ, റെസ്റ്റോറൻറ്റിൽ കയറിയതാട്ടോ. നല്ല ആംബിയൻസ്, ഒരു എസ്തെറ്റിക്കലി നല്ല സിറ്റി സെൻറ്ററിൽ ഇത് നമുക്ക് തന്നെ എടുത്തറിയും. മടിക്കേരി സെൻറ്ററിൽ തന്നെ ഉള്ളതാട്ടോ. നല്ല ഫുഡായിരുന്നു. ഞാൻ വിശപ്പിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പകുതി കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അയ്യോ വ്ളോഗ് ചെയ്തില്ലെന്ന്. ഉള്ളത് ചെറുതായിട്ട് ഒരു വ്ളോഗ് മാത്രം എടുത്തു കേട്ടോ. വീഡിയോ എടുക്കാൻ മറന്നു. എന്താണ് നൂഡിൽസ് ഡൈനമിക് ചിക്കൻ. ഹായ്, കൊള്ളാലാണ്. വേറൊരു ആംബിയൻസ്. നമുക്ക് ഫുൾ വീഡിയോ കാണിച്ചു. അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ എനിക്ക് തോന്നുന്നു ഒരു 5-10 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ തന്നെയാണ് നമ്മൾ ഹോട്ടലിലെത്തിയത്. ചെക്ക് ഇൻ ചെയ്തു. നല്ലൊരു ഹോട്ടലാണ്. പിള്ളേരുടെ വൈബിന് പറ്റുന്ന കൂട്ടൊരു ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. കളിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. ഇതും ഒരു കോഫി പ്ലാന്റേഷൻ്റെ അകത്ത് തന്നെയാണ്. ഈ ഹോട്ടലിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. രാവിലെ 9 മണിക്ക് എഴുന്നേൽക്കുവാണെങ്കിൽ ഒരു ട്രെക്കിംഗ് ഉണ്ട് ത്രൂ ഔട്ട് ദ പ്ലാന്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോവാന്ന്. പിന്നെ അവർ പറഞ്ഞു കുറേ അട്ടകളുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് രാവിലെ കിടന്നുറങ്ങി മെല്ലെ എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞു. സോ അതൊരു ഡയലമോലുണ്ട്. ഇറ്റും ചിലപ്പം പോവായിരിക്കും. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഒരു നോർമൽ റൂമാണ് നമ്മളെടുത്തത്. വിത്ത് ബാൽക്കണി ഉണ്ടായിരുന്നു. നമ്മൾ പോയി കണ്ടു. പക്ഷേ പിള്ളേരുള്ള കാരണം കുറച്ച് സേഫ്റ്റി ഇഷ്യൂസ് നോക്കേണ്ടി വന്നു. കപ്പിൾ മാത്രമാണെങ്കിൽ ആ ബാൽക്കണി ഈസ് ടോട്ടലി വർത്ത് ഇറ്റ്. അപ്പം നമുക്കത് ആവശ്യമില്ലല്ലോ, ഒരു നൈറ്റിനല്ലേ, രാവിലെ ചെക്കൗട്ട് ആവും. അത് പ്ലേ ഏരിയ ആയിരുന്നു കേട്ടോ. നാളെ വേറെ കുറേ കഥകളായിട്ട് വീണ്ടും കാണാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, ശരി. അപ്പം പിന്നെ പറ്റില്ല.